എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. വെള്ളം എടുക്കാൻ മറന്നുപോയി. അതിനെന്താ, ഒരു കുപ്പി വെള്ളം മേടിച്ചാ പോരെ? അതിപ്പോ വെള്ളം മേടിക്കാൻ ഇത്ര ആലോചിക്കുന്ന എന്തിനാ? പിയൂണല്ലേ മുന്നിൽ ഇരിക്കുന്നത്. അയാളോടെ ഒരു കുപ്പി വെള്ളം മേടിക്കാൻ പറ. ആഹാ, അത് ശരിയാണല്ലോ. ഞാനതങ്ങ് മറന്നുപോയി. പിയൂണെ, പോയി ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ വാങ്ങി വാ. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ആഹാ, പറ്റില്ലെന്നോ? MD പറഞ്ഞ ഒരു 7-ാം കൂലി പിയൂണ് അനുസരിക്കില്ലേ? പോയി വെള്ളം വാങ്ങിക്കൊണ്ട് വരാൻ. താൻ പോന്നോ ഇല്ലെങ്കിൽ ഞാൻ അച്ഛനെ വിളിച്ച് പറയണോ? ഞാൻ ഈ പിയൂണിന്റെ വേഷത്തില്. അതിനെന്താ, താൻ പിയൂണല്ലേ. പോയി വെള്ളം മേടിച്ചിട്ട് വാ. ഡ്രൈവർ, വണ്ടി ഒന്ന് നിർത്ത്. ശരി വേണം. പോയിട്ടോ. പണി കൊടുക്കുന്നെങ്കിൽ ഇങ്ങനെ കൊടുക്കണം. ഒരു മിനറൽ വാട്ടർ. അളിയ, അത് നമ്മുടെ ദീപകല്ലേ അളിയ? അത് അതെ അളിയ. ഇവനെന്താ ഈ പ്യൂണിന്റെ വേഷത്തില്? നിങ്ങൾ വന്നേ, നമുക്കൊന്ന് നോക്കാം. വാ. ദീപകേ, ദീപകേ നിക്കേ. എന്താ അളിയ ഇത്? നീ കമ്പനിയിലെ പിയൂണായോ? ഇവൻ MD ആണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ അടുത്ത് വെറുതെ തള്ളിയതാ. ഇവൻ പ്യൂണാ. പോലെ അളിയ, എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞിട്ട് പോ. കൈയെടുക്കടാ. നീ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്? പ്യൂണാണെങ്കിൽ അങ്ങ് പറഞ്ഞാ പോരെ? അമ്മാവ് മന്ത്രിയാണെന്ന് പറഞ്ഞ എന്തൊരു അഹങ്കാരമായിരുന്നു. അമേരിക്കന്ന് തിരിച്ചു വന്ന നാളു മുതല് ഞങ്ങളോടൊക്കെ എന്ത് തള്ളായിരുന്നളിയ. പ്രതാപവർമ്മയുടെ സ്വത്തിന്റെ ആകെയുള്ള അനന്തരാവകാശി ആ ഋതികയെ കെട്ടി വർമ്മ സാറിന്റെ എല്ലാ ബിസിനസ്സുകളും ഏറ്റെടുക്കാൻ പോകുന്നു. ഇപ്പൊ പ്യൂണ്. അത് സൂപ്പർ. ആർക്കടേ മിനറൽ വാട്ടർ? വിശാലേ, ദോ ഇവനാ ഋതികേടൻ രാജുവിന്റെ പ്യൂണാ ഇപ്പൊ. എന്റെ കൺട്രോള് പോയി നിൽക്കുക. ഈ സമയത്ത് ഒരാളെ കൊല്ലാൻ പോലും ഞാൻ മടിക്കില്ല, പറഞ്ഞേക്കാം. ഇവനെന്താ ഇങ്ങനെ? ആർക്കറിയാം. ബാക്കി താൻ വെച്ചോ, അത് ടിപ്പല്ലേ. ഇതെവിടെയാ? ഫോൺ ചെയ്തിട്ട് കിട്ടുന്നുമില്ലല്ലോ. അമ്മയും അച്ഛനും ഇവിടെ ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ കൊച്ചിനെ കൊണ്ടുപോകും? പോവാ മോളെ. ഞാൻ രാജുവിനെ ഒന്ന് വിളിക്കട്ടെ. എന്താ പറയാ ചേച്ചി? രാജു, ഇന്ന് ഐഷുവിന്റെ ചെക്കപ്പ് ദിവസം. ജേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അതിനെന്താ ചേച്ചി? എനിക്ക് ഒറ്റയ്ക്ക് പോവാനൊരു ടെൻഷൻ. നിനക്കും ഋതുമോക്കും ഞങ്ങളുടെ ഒപ്പം ഒന്ന് വരാവോ? ഋതു, ഐഷുവിന് ചെക്കപ്പാണെന്ന് ചേച്ചി മാത്രമേ ഉള്ളൂ. നമുക്കും കൂടെ പോയാലോ? അതിനെന്താ രാജു, അത് കഴിഞ്ഞിട്ട് നമുക്ക് കോടതി പോവാം. ചേച്ചി, ചേച്ചി റെഡി ആയിട്ട് നിന്നോ, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. ഞങ്ങള് റെഡിയായി നിൽക്കുക. ഋതുവാ.
അമ്മാവനും ആന്റി ഇപ്പൊ വരും, എന്നിട്ട് പോവാം. കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് ഡോക്ടർ. അത് കഴിഞ്ഞിട്ട് ഞാൻ സർജറിക്ക് സജ്ജമാവാം. സാറിനെ പോലൊരു വലിയ മനുഷ്യൻ ഇങ്ങനെ മണ്ടത്തരം പറയാമോ? അതുവരെ രോഗം അങ്ങനെ വെറുതെ വിടുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഓരോ ദിവസം കഴിയുന്തോറും സാറിന്റെ രോഗം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ശേഖര സാറേ, നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. സാറ് ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തില് ഇത്രയും കടുംപിടുത്തം എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. ഡോക്ടർക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട് ഡോക്ടർ. എന്ത് കാര്യമുണ്ടെങ്കിലും അത് മാറ്റിവെച്ചിട്ട് ചികിത്സ ചെയ്യണം സാർ. നമ്മൾ ജീവിച്ചിരുന്നാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. എന്തിനാട്ടാ ഈ കാര്യത്തിൽ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഡോക്ടർ പറയുന്ന അനുസരിക്കണം, അനുസരിച്ചേ പറ്റൂ. ഡോക്ടർ, എനിക്ക് ഒരു 3-4 ദിവസം കൂടി തരണം ഡോക്ടർ. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് അഡ്മിറ്റ് ആവും. തൽക്കാലം എന്റെ മുന്നിൽ നിന്ന് പോകാനുള്ള ഒരു തന്ത്രമായിട്ടേ ഞാനിതിനെ കാണുന്നുള്ളൂ.